ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിറ്റാമിൻ ഡിയുടെ കുറവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. വിറ്റാമിൻ ഡി ഹൃദയപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ശരീരപ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ ഘടകമാണ്. മനുഷ്യ ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ 25 ഹൈഡ്രോക്സി വിറ്റാമിൻ ഡി 20 മുതൽ 40 mg/ml വരെ ആവശ്യമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലതാണ്. അസ്ഥികളുടെ ബലഹീനത, ക്ഷീണം തുടങ്ങി നാം അവഗണിക്കുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ നേരത്തെ തിരിച്ചറിയുന്നത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. ഒന്നാമതായി പേശികളിലെ അതികഠിനമായ വേദന. വിറ്റാമിൻ ഡി കുറവിന്റെ ഒരു പ്രധാന ലക്ഷണം വിട്ടുമാറാതെയുള്ള പേശീവേദനയാണ്. പല ആളുകളും ഇത് ക്ഷീണമായിട്ടോ പ്രായമായ ആളുകളിലാണെങ്കിൽ വാർദ്ധക്യം കടന്നുവരുന്ന ലക്ഷണമായിട്ടോ തെറ്റിദ്ധരിക്കാറുണ്ട്. പേശികളുടെ പ്രവർത്തനത്തിൽ വിറ്റാമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവയുടെ കുറവ് പേശികളുടെ ബലഹീനത, മലബന്ധം എന്നിവയ്ക്ക് കാരണമാകും. സ്ഥിരമായി അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാകാം. രണ്ടാമതായി മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിലിന് മറ്റ് കാരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ അളവ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പുതിയ രോമങ്ങൾ ഉണ്ടാകുന്നതിൽ ഈ വൈറ്റമിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. മാത്രമല്ല, ഇതിന്റെ കുറവ് കഠിനമായ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയ അലോപ്സിയ ഏരിയ പോലെയുള്ള അവസ്ഥകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായി കുടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. വിറ്റാമിൻ ഡിയുടെ കുറവ് വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം തുടങ്ങിയ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിറ്റാമിൻ ഡിയുടെ കുറവ് ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്കും അണുബാധകൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നാലാമതായി മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ. നമ്മുടെ മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങളെയും വിറ്റാമിൻ ഡിയുടെ പ്രവർത്തനം സ്വാധീനിക്കുന്നുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനത്തിനും മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ സെറാട്ടോണിന്റെ ഉൽപാദനത്തിനും വിറ്റാമിൻ ഡി ആവശ്യമാണ്. ഇതിന്റെ കുറവ് മാനസികാവസ്ഥയെ മോശമായി ബാധിക്കുകയും ഉത്കണ്ഠയ്ക്കോ വിഷാദത്തിനോ പോലും കാരണമാവുകയും ചെയ്തേക്കാം.